കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ലോകത്തിലെ ഏറ്റവും വലിയ ചതിയും വഞ്ചനയും തട്ടിപ്പ് നടക്കുന്നത് എന്തിന്റെ പേരിലാണ് അമ്മേ? നല്ല ചോദ്യമാണല്ലോ കുട്ടി ചോദിച്ചത്. പറഞ്ഞു തരാം. മനുഷ്യകുലത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങള് ദൈവം തെരഞ്ഞെടുത്തു. അത് ഏതൊക്കെയാണെന്നറിയോ? വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ, പിന്നെ ഈശ്വര പൂജ. ഇതിനൊക്കെ വേണ്ടി അതീവ ബുദ്ധിമാന്മാരായ കുറെ ആളുകളെ ദൈവം സൃഷ്ടിക്കുകയും ചെയ്തു. ആദ്യകാലത്ത് അവർക്ക് ധനമോഹം ഉണ്ടായിരുന്നില്ല. തങ്ങളെ ഏൽപ്പിച്ച തൊഴിൽ മാനവസേവയ്ക്കായി അവർ വിനിയോഗിച്ചു. മാനവസേവയാണ് മാധവസേവ എന്ന് കേട്ടിട്ടില്ലേ? അതനുസരിച്ച് കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നവനും ചികിത്സിക്കുന്നവരും ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നതുപോലെ മാനവകുലത്തെ സ്നേഹിക്കുകയാണ്. പക്ഷേ പതുക്കെ പതുക്കെ അവരിലൊക്കെ മാറ്റം വന്നു തുടങ്ങി. അവർ ധനം മോഹിച്ചു തുടങ്ങി. സ്ഥാനമാനങ്ങൾക്കായി തമ്മിൽ തല്ലു തുടങ്ങി. അപ്പോ ഈ 3 കാര്യങ്ങളും അധപ്പതിച്ചു. ആരാധന പണമുണ്ടാക്കാനുള്ള എളുപ്പവഴിയാണെന്ന് കുറെ പേർ കരുതി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെ ഇല്ലാതാക്കിയ ത്രിവിക്രമൻ തമ്പി. തറവാട്ടിലെ മാന്ത്രിക മൂക്കുത്തിക്കും നെറ്റിക്കും വേണ്ടി അയാൾ എത്ര കൊലപാതകങ്ങൾ നടത്തി, എത്ര പേരുടെ ജീവിതം ഇല്ലാതാക്കി. ആർത്തിയാണ് അതിനൊക്കെ കാരണം. ചെറിയവനായാലും വലിയവനായാലും ആർത്തി എന്നൊന്ന് മനസ്സിൽ കയറിയാൽ ആ മനുഷ്യന് പിന്നെ സ്വയം നിയന്ത്രിക്കാനാവില്ല. ദൈവത്തിനെ നിയന്ത്രിക്കാനാവില്ലേ? കഴിയും. കറുപ്പിനെ തിരിച്ചറിയണമെങ്കിൽ വെളുപ്പ് വേണം. ഇരുട്ടിനെ തിരിച്ചറിയണമെങ്കിൽ വെളിച്ചം വേണം. അതുപോലെ നന്മയുടെ തൊട്ടടുത്ത് തിന്മയും ഉണ്ടാകും. അത് ദൈവത്തിന്റെ കൂട്ടിച്ചേർക്കല. നമ്മൾ കൺമുന്നിൽ കാണുന്നതൊന്ന്, ദൈവത്തിന്റെ കണക്കുകൂട്ടൽ വേറെയൊന്ന്. അതങ്ങനെയാണ് കുഞ്ഞെ. അതെ, ആശ്രമം പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണല്ലോ. 4-5 കാവൽക്കാരും ഉണ്ട്. എന്താ ഇങ്ങനെ? കാവൽ നിൽക്കുന്നത് ശേഖരൻ നമ്പിയുടെ ആളുകളാണ്. ആശ്രമം പൂട്ടിയിട്ടതിന്റെ അർത്ഥം അയാൾ ഈ ആശ്രമം പിടിച്ചടക്കിയെന്ന. ഇനി നമുക്ക് പുറത്തു പോകാൻ പറ്റില്ലേ? പറ്റില്ല. കാവൽക്കാരെ വെട്ടിച്ച് കടന്നു കളയാൻ ശ്രമിച്ചാൽ ഒന്നല്ലെങ്കിൽ ശേഖരന്റെ ഗുണ്ടകൾ, അല്ലെങ്കിൽ അയാളുടെ കൈയുള്ള ദുർമൂർത്തികൾ ആരെങ്കിലും നമ്മളെ കൊല്ലും. ഹരിസ്വാമി ഉണ്ടായിരുന്നെങ്കിൽ. ഹരിസ്വാമിയോ? ആ പേരിവിടെ മിണ്ടിപ്പോകരുത്. അവൻ പണ്ടൊക്കെ കൊണ്ടേ കള്ളനാ. ആ കള്ളത്തരം അവൻ എപ്പോഴും കാണിക്കും. സൂക്ഷിച്ചോളണം. ആശ്രമത്തിനുണ്ടായ കാശ് മുഴുവൻ അവൻ പെട്ടിയിലായി കൊണ്ടുപോയി. എന്നോടെന്താ പറഞ്ഞെന്നറിയാമോ? കിട്ടുന്ന അവസരത്തിൽ ശേഖരൻ തമ്മി അവസാനിപ്പിച്ച് ഉള്ളതെല്ലാം കൃത്യമായിട്ട് വീതം വെക്കാൻ വന്നു തന്നു. അവൻ വലിയ ബാഗ് നിറയെ കാശും കൊണ്ടുപോയി. എനിക്കൊരു ചെറിയ ബാഗിൽ കുറച്ച് കാശും തന്നു. അത്ര തന്നെ. ഞാനിവിടെ സന്യാസം പഠിക്കാൻ വന്നൊന്നും അല്ല. ഒരു നിവൃത്തിയില്ലാത്തോണ്ട് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുന്നേം വെച്ച് കുടുംബം നോക്കാന്ന് വിചാരിച്ചിട്ടാ. ഇതിപ്പോ അതും തീർന്നു. ശേഖരൻ തമ്പി ആശ്രമത്തിൽ എന്തോ കൊലപാതക ആസൂത്രണം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ ഇവിടെയായിട്ട് കുറച്ച് സംസാരം ഞാൻ കേട്ടു. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ആ നിധിവേട്ടയാ. അതെ, പിന്നെ നമ്മൾ തമ്മിൽ ഈ സംസാരം പോലും സൂക്ഷിച്ചു വേണം. ആശ്രമത്തിന് മുഴുവനും അയാളുടെ ചാരന്മാരാ. ഇത് അവര് വല്ലതും കേട്ടാ പിന്നെ നമ്മുടെ തല കാണില്ല. തൽക്കാലം അയാളുടെ കാലിൽ കിടക്കുന്ന പോലെ കിടക്കണം. അയാൾ ആരെ തള്ളിപ്പറയാൻ പറഞ്ഞു പറയണം. അയാൾ ആരെ പുകഴ്ത്താൻ പറയുന്നോ പുകഴ്ത്തണം. അയാൾക്ക് ശക്തിയൊക്കെ ഉണ്ടാകും. പക്ഷേ ഏതു ശക്തിക്കും ബലമില്ലാത്തൊരവസരം വരുമല്ലോ. അങ്ങനെ ഒരു അവസരം വന്നാൽ അറയിൽ ഭക്തർ സമർപ്പിച്ച ആഭരണങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കിവിടുന്ന് മുങ്ങാം. ഹരിസ്വാമിയുടെ കൂടെ നിൽക്കാൻ ഹരിസ്വാമി നിങ്ങളെ നിർബന്ധിച്ചു. എന്നിട്ട് നിങ്ങളെ ചതിച്ചു. ഇപ്പൊ നിങ്ങളെ കൂടെ നിൽക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിക്കുന്നു. നിങ്ങൾ എന്നെ ചതിക്കോ? ആയുഷിന് ബലമില്ലാതെ നിൽക്കുന്നിടത്ത് ചതിക്കുന്നതിനെ കുറിച്ച് എന്തോർക്കാനാ? നീ പേടിക്കണ്ട. നിനക്ക് ദോഷമുണ്ടാക്കുമെന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സ്വന്തം ജീവൻ സംരക്ഷിച്ചോളൂ. പിന്നെ ഇവിടെ ഇരുന്ന് പണ്ടത്തെ പോലെ തേച്ചിട്ട് രക്ഷിച്ചു പറയുന്നു വേണ്ട. ആ ശക്തിയൊക്കെ പോയി. ആ വിളി കൊണ്ട് ഇനി നേടാനുമില്ല. അവന്റെ ഒരു തീച്ചട്ടി
കുളിച്ചും പാത്തും വന്ന് എന്താ എടുക്കുന്നത്? ഇവിടുന്ന് എന്തെങ്കിലും കട്ടെടുത്തോണ്ട് പോകാനാണോ? എന്ത് കെട്ടെടുക്ക? ഇവിടെ ഇല്ല, ആശ്രമത്തിലൊന്നുമില്ല. നന്നായി. ഞാൻ പ്രതീക്ഷിച്ചത് അതല്ല. നിങ്ങൾ ആശ്രമത്തിനകത്തിട്ട് കത്തിക്കൂന്നായിരുന്നു. തീച്ചട്ടി അമ്മയുടെ അനുഗ്രഹം എനിക്കിപ്പോ ഇല്ല. എന്റെ എല്ലാ ശക്തിയും പോയി. എന്ത് ശക്തി? ആളുകളെ പറ്റിക്കാൻ പാട്ടും കൂത്തും വേഷക്കെട്ടും അല്ലാതെന്താ? പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കാണാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നു. എന്തെങ്കിലും സംഭവിച്ച നിലനിൽക്കണമല്ലോ, അതിനുള്ള മാർഗം ഞാൻ നേരത്തെ ചെയ്തു വെച്ചു. നീ ഇത് കണ്ടോ? ഇതിനകത്തെ ലക്ഷക്കണക്കിന് രൂപയുണ്ട്. ആശ്രമത്തിലെ ലോക്കറിൽ നിന്ന് ഞാൻ വാരിയെടുത്തതാ. കാണിച്ചേരാ, നോക്കിയോ? അതെ, എനിക്ക് കാണണ്ട. എത്രയും പെട്ടെന്ന് എടുത്തോണ്ട് പോവാൻ നോക്ക്. കൊള്ളക്കാശ് കൊണ്ടൊന്ന് വെക്കാൻ പറ്റിയ സ്ഥലം. ലതേ, കാശിന് കൊള്ളക്കാശ് നല്ല കാശൊന്നൊന്നുമില്ല. എല്ലാ കാശും ഒരേ മാതിരിയാ. ഇത്രയും കാലത്തെ വേഷം കെട്ടലുകൾക്ക് എനിക്ക് കിട്ടിയ കൂലിയത്. കണ്ടോ, ലക്ഷങ്ങളുണ്ട് കേട്ടോ. ഇതാണോ ലക്ഷക്കണക്കിന് രൂപ? ഓ, തീച്ചട്ടിയമ്മയുടെ ആളാണല്ലോ. അപ്പൊ രൂപയ്ക്ക് പകരം ചട്ടി കിട്ടിയാ പോരാ. ഇതിനകത്തുണ്ടായിരുന്ന പണം അവിടെ പോയി? സത്യം പറ, നീ ഇതെടുത്ത് എന്താ ചെയ്തു? ദേ നോക്ക്, ഈ പെട്ടി ഞാൻ അറിയാതെയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നു വച്ചത്. പെട്ടി തുറന്നു നോക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നിട്ടും വെറുതെ എന്നെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ. നീ ഇത് കണ്ടില്ലെങ്കിലേ ഞാനിത് ഇവിടെ വെക്കുന്നത് കണ്ട ഒരാളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെടുത്തത് അയാളായിരിക്കും. ദേ വന്നല്ല. എന്താ ഹരി? ഇതിനകത്തെ ഞാൻ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു. അതിന് പകരം ഇതിനകത്തുള്ള ചട്ടി വെച്ചത് ആരാ? മാഷേ, വെറുതെ എന്നെ കൊണ്ട് വെറുപ്പിക്കല്ലേ. എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. നീ പണം തന്നെയാ കൊണ്ടുവച്ചെന്ന് എന്താ ഉറപ്പ്? ഇപ്പൊ എന്റെ സംശയം ക്ലിയർ ആയി. എടുത്തത് മാഷ് തന്നെ. തറവാട് കയ്യിൽ നിന്ന് പോകുന്ന കണ്ടപ്പോ കണ്ടുപിടിച്ച പുതിയൊരു മാർഗമായിരിക്കുമല്ലേ ഇത്. മോഷ്ടിച്ച കാശ് കൈകൊണ്ട് തൊടില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾക്കൊരു ഉളുപ്പില്ലല്ലേ? നല്ല ഭാഷയിൽ ഞാൻ നിന്നോട് പറഞ്ഞു, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്റെ സ്വഭാവം നിനക്കറിയാലോ. നീ പോവാൻ നോക്ക്. ഇപ്പൊ അറിഞ്ഞു തുടങ്ങി നിങ്ങളുടെ സ്വഭാവം. മാഷേ, കാശിന്റെ കണക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ഞാൻ പോവുള്ളൂ. അല്ലെങ്കിലേ രണ്ടിനെയും ഞാൻ ഇതിനകത്തോട്ട് കത്തിക്കും. കൊള്ള കാശും കൊണ്ടുവന്നിട്ട് നല്ല മുള്ള ചമയുന്നോ? ചൂലെടുക്കും ഞാൻ. നിങ്ങൾ കാശ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലേ അത് മനുഷ്യനെ മാത്രമല്ല, ദൈവത്തെ കൂടി ചതിച്ച കാശാ.